എല്ലാവർക്കും ആൽമരം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ യാത്ര ചെയ്യാനും കൂടുതൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഭൂരിഭാഗം പേര് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അവരവരുടെ കാറാണ്. കാർ യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കും നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഏർപ്പെട്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം ലഗേജ് അതല്ലേ നമ്മുടെ ബാഗുകൾ എങ്ങനെ നമ്മൾ ലോഡ് ചെയ്യുമെന്നുള്ളത്. വണ്ടിയിൽ 5 പേരുണ്ട്, 5 പേരുടെ ഒരു കാറാണ്. കൂടുതൽ ലഗേജ് എടുക്കണമെന്നുള്ളപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയിൽ അഡീഷണൽ ഒരു കാരിയർ ഫിറ്റ് ചെയ്യാനും പിന്നെ അതിലേക്ക് നമ്മുടെ ലഗേജ് വെച്ച് കെട്ടിവെക്കാനും പിന്നെ അഥവാ മഴക്കാലത്തിലാണെങ്കിൽ പിന്നെ അത് മഴ നനയാതെ സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതേപോലെ പ്രശ്നങ്ങൾ ഞാനും നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെറ്റിൽ ഇതിനെക്കുറിച്ച് കുറേ സെർച്ച് ചെയ്യും. പിന്നെ എനിക്ക് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടി. അതിൻ്റെ അൺബോക്സിങ്ങും പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ആണ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത്. ഇത് നമ്മുടെ വണ്ടിയുടെ മുകളിൽ യൂസ് ചെയ്യാൻ പറ്റിയ റൂഫ് ടോപ്പ് കാരിയർ ബാഗാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഈ പ്രോഡക്റ്റ് മേടിച്ചതിൽ ഒരു കാര്യമുണ്ട്. ഇത് ആമസോൺ ബേസിക് ജനറിക് പ്രോഡക്റ്റ് മേക്കിങ്ങിലെ ഒരു പ്രോഡക്റ്റാണ് ഇത്. ഇതാണ് ആ ബാഗ്. ബാഗിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു PVC ടൈപ്പ് മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വെള്ളം കയറാത്ത രീതിയിലാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് ഇത് ഞങ്ങൾ ഈ വണ്ടിയുടെ മുകളിൽ മൗണ്ട് ചെയ്തിട്ട് ബാക്കി ഇതിൻ്റെ യൂസേജ് പറയാം. ഈ ബാഗ് യൂസ് ചെയ്യാനുള്ള കുറച്ച് വാണിങ്ങും പിന്നെ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. യൂസർ മാനുവൽ എല്ലാവരും വായിക്കാതെ ഇത് ഉപയോഗിക്കരുത്. സാധനം കേടായി പോയെന്ന് പറഞ്ഞ് ഞങ്ങളെ കുറ്റം പറയും. ഈ ക്രോസ് ലൂപ്പും ഈ ബെൽറ്റ് പൊസിഷനും വരുന്ന ഈ സ്ഥലങ്ങളെന്ന് പറയുന്നത് വണ്ടിയുടെ മുകളിൽ, അതായത് ഇതാണ് അണ്ടർ സൈഡ്, ടോപ്പ് സൈഡിലാണ് ഈ ബെൽറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത്. അത് വണ്ടിയുടെ മുകളിൽ മൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 2 കാര്യമുണ്ട്. ഒന്ന്, വണ്ടിയുടെ ടോപ്പ് ക്ലീൻ ആയിരിക്കണം. കാരണം അതിൻ്റെ ഇടയ്ക്ക് മണ്ണിൻ്റെയോ അല്ലെങ്കിൽ പൊടിയോ എല്ലാം തരിയായിട്ടിരിപ്പുണ്ടെങ്കിൽ ഈ ബാഗിൻ്റെ അടിവശവും അതുമായിട്ട് എറിഞ്ഞ് വണ്ടിയുടെ മുകളിൽ സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വേറൊരിതെന്ന് പറയുന്നത്, ഒരു സ്ട്രാപ്പും ലൂസായിട്ട് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന പോലെ ഇടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഒരു നല്ല സ്പീഡിൽ പോകുമ്പോഴത്തേക്കും ഇത് കാറ്റിന് വണ്ടിയുടെ പുറത്ത് കിടന്നടിച്ച് സ്ക്രാച്ച് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിനെന്തുവാ പറയുന്നത്? ബക്കിൾ. ഈ സ്ട്രാപ്പിൻ്റെ ബക്കിള് നമ്മുടെ സ്കൂൾ ബാഗിനും ഇതിനുമൊക്കെ ഇടുന്ന പോലെ ഇത് സ്ട്രാപ്പ് ചെയ്തിട്ട് പിന്നെ ഇത് ടൈറ്റാക്കുക, സ്ട്രാപ്പ് ടൈറ്റാക്കി കൊടുക്കുക. സ്ട്രാപ്പ് ടൈറ്റാക്കുന്നതെന്ന് പറയുന്നത് ഒരു 3 ലൂപ്പിൽ കൂടെയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് പാടാണെങ്കിലും ഇത്രയും ടൈറ്റായിട്ട് സെക്യൂർ ചെയ്യാൻ അത് തന്നെ വേണ്ടതാണ്. വരുന്നതെന്ന് പറയുന്നത് ചില കാറുകൾക്ക് ചെറിയ റൂഫ് റെയിലായിരിക്കും. അവർക്ക് ഈ ഇതുമായിട്ട് ഫുൾ ലെങ്ത്തിന് ഒട്ടിയായിരിക്കും ഇരിക്കുന്നത്, വണ്ടിയുടെ ബോഡിയായിട്ട് ഒട്ടിയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ക്രോസ് റെയിൽ വെക്കും. ക്രോസ് റെയിലിൽ പിടിപ്പിക്കാനാണ് ഈ സൈഡിലേക്ക് വരുന്നതും ഇത് സൈഡ് റൂഫ് റെയിലിലേക്ക് പിടിപ്പിക്കാനായിട്ടാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ സിബ്. ഇതൊരു ഫ്ലാപ്പിൻ്റെ അടിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം അകത്തോട്ട് പോകാനുള്ള ചാൻസ് ഇല്ല. ഇത്രയാണ് ഇതിൻ്റെ വോളിയം വരുന്നത്. അത്യാവശ്യം വലിയ ബാഗ് തന്നെയാണ്. നമുക്ക് ഇതിനകത്തൊരു 5 ട്രാവൽ ബാഗ് വരെ കൊള്ളിക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഇപ്പോൾ ഒരു ഇത് കാണിക്കാനായിട്ട് ഞങ്ങളുടെ ക്യാമറ ബാഗും
ഇതിൻ്റെ കൂടെ വന്ന പെട്ടി അതിൻ്റെ അകത്ത് വെച്ച് കാണിക്കാം. ഇത് സിബ്ബർ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു വെൽക്രോയും കൂടെ തന്നിട്ടുണ്ട്. അത് ക്ലോസ് ആയിട്ട് സീൽ ചെയ്യുക. മഴയോ കാറ്റോ അടിച്ചാണെങ്കിൽ അകത്ത് വെള്ളം കയറത്തില്ല. സിബ്ബർ വാട്ടർ പ്രൂഫാണ്. അതിനൊരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്, വാട്ടർ പ്രൂഫ് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനും അധികം വെള്ളം കയറത്തില്ല. നമ്മൾ ഈ ഫ്ലാപ്പും കൂടെ ഇടുന്നതുകൊണ്ട് വെള്ളം അകത്തോട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് IPX5 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഈ റൂഫ് ടോപ്പ് കാരിയർ ബാഗ് ഫിറ്റ് ചെയ്തു, മൗണ്ട് ചെയ്തു. ഇത് ഞങ്ങളുടെയും ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് മൗണ്ട് ചെയ്യുന്നത്. മൗണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഞാനിതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പറയാം. അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, നമുക്ക് കാരിയറിൽ, അതിൽ ലഗേജ് കാരിയർ സെപ്പറേറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ വണ്ടിയിൽ എക്സ്ട്രാ സ്പേസ് വേണം, കൂടുതൽ ബാഗേജ് വെക്കണമെന്നുള്ളവർക്ക് ഇതൊരു ഹെൽപ്പാണ്. പിന്നെ ഇതിനുള്ളത് നല്ലൊരു മെറ്റീരിയലും നല്ലൊരു ഫിനിഷുള്ള ഒരു മെറ്റീരിയലും വാട്ടർ പ്രൂഫ് ഡിസൈനുമാണ്. അത് നമുക്കിത് ഏത് ക്ലൈമറ്റിലും യൂസ് ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് തരുന്നുണ്ട്. പിന്നെ ഇതിന് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, ബാഗ് മൗണ്ട് ചെയ്യുന്നത് തന്നെ ഇത്തിരി പാടുള്ള കാര്യമാണ്. അന്ന് ലഗേജ് വെച്ച് കഴിഞ്ഞ് അകത്ത് ലഗേജ് ഫില്ല് ചെയ്ത് പിന്നെ കയറ്റി വെച്ച് വേണം നമ്മളിത് മൗണ്ട് ചെയ്യാനായിട്ട്. 2 പേരെങ്കിലും മിനിമം ഇതിന് മൗണ്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. പിന്നെ മൗണ്ട് ചെയ്ത് കഴിഞ്ഞും ഇത് സ്ട്രാപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത്, സ്ട്രാപ്പ് എലാസ്റ്റിക്കോ ഇതോ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അത് ഫുൾ ടൈറ്റ് വരുത്താൻ കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പം മൊത്തത്തിൽ യൂസർ ഇപ്പം ജസ്റ്റ് ഒരു റിവ്യൂ വെച്ച് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഈ മൗണ്ട് ചെയ്തതും ഈ ബാഗ് ഇത്രയും നേരം ഇതുമായിട്ട് കിടന്ന് കഷ്ടപ്പെട്ടതും വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു യൂസ്ഫുള്ളാണ്. എന്നാൽ 2 പേര് വേണം. പക്ഷേ ഒരു ലോങ് ടൂറോ ട്രാവലിനോ ഇത് ഒരുപാട് ഉപകരിക്കുന്നതാണ്. ഈ വീഡിയോയിൽ ഞങ്ങൾ ഈ ലഗേജ് കാരിയറിൽ എത്രത്തോളം ബാഗ് കൊള്ളും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ ഇതുമായിട്ട് ഞങ്ങൾ ആഡ് ചെയ്യാം. പ്രോഡക്റ്റ് മേടിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും താഴെ. അതിൽ യൂസ് ചെയ്ത് നിങ്ങൾക്കും ഇത് ആവശ്യമുണ്ട്, നിങ്ങൾക്കും ഉപയോഗപ്പെടുമെന്നുണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.